ഹലോ, അപ്പം നമ്മുടെ കിച്ചണിലെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടാണ്, നല്ലൊരു ചോക്ലേറ്റ് ബാറാണ്. കോമ്പൗണ്ട് ചോക്ലേറ്റിൻ്റെ ഒരു ബാർ എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമുക്കിനി കടയിൽ നിന്നൊന്നും വാങ്ങിക്കണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണം. ഞാൻ എല്ലാം ചെയ്യുന്നത് ഈ ഒരു സ്പൂൺ അളവിലാണ് കേട്ടോ. അപ്പോൾ ആ സ്പൂണിൽ ഞാൻ 6 ടേബിൾ സ്പൂണോളം പഞ്ചസാര, നന്നായിട്ട് പൊടിച്ചെടുത്ത പഞ്ചസാര എടുക്കുന്നുണ്ട്. 6 ടേബിൾ സ്പൂണാണ്. അപ്പോൾ ഞാൻ അളന്ന് വെച്ചതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കണം. അതേ സ്പൂണിൽ തന്നെ ഞാൻ 6 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടെ എടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കൊക്കോ പൗഡർ ഇച്ചിരി ലൈറ്റാണെന്നുണ്ടെങ്കിൽ കൂടെ 6 ടേബിൾ സ്പൂൺ എടുത്താൽ മതി കേട്ടോ. കാരണം ചിലപ്പോൾ കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഇത് കറക്റ്റ് റേഷ്യോയിലാവില്ല. ഇനി ഇത് നന്നായിട്ട് അരിച്ചെടുക്കണം. അപ്പോൾ അരിച്ചെടുക്കുമ്പോൾ ഒട്ടും കട്ടയില്ലാതെ തന്നെ അരിച്ചെടുക്കാൻ ശ്രമിക്കുക. എന്നിട്ടൊന്ന് സ്പൂൺ കൊണ്ട് നമുക്കിതൊന്ന് എല്ലായിടത്തും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കാരണം എന്താ പറയുക, നമ്മുടെ പഞ്ചസാരയും കൊക്കോ പൗഡറിലും ഒന്ന് മിക്സായി വരട്ടെ. അപ്പോൾ ഇനി നമുക്ക് സ്റ്റൗവിൽ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇച്ചിരി വെള്ളം എന്ന് വെച്ചാൽ ഞാൻ ഈ കാണിക്കുന്ന ഒരളവിൽ, അതായത് നിങ്ങളുടെ പാത്രത്തിൻ്റെ അടിയിൽ കുറച്ച് കൂടുതലായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അതേ വെള്ളത്തിൻ്റെ അളവ് എങ്ങനെ മനസ്സിലാകുമെന്ന് വെച്ചാൽ ഇതിൻ്റെ മേലായിട്ട് നമ്മൾ ഒരു പാത്രവും കൂടെ വെക്കും. അപ്പോൾ ഇതുപോലെ അടികട്ടിയുള്ള ഒരു പാത്രവും കൂടെ വെക്കും. ഈ പാത്രം നമ്മുടെ ആ വെള്ളത്തിലേക്ക് ടച്ച് ചെയ്യാൻ പാടില്ല. ആ ഒരു രീതിയിൽ വേണം നമ്മൾ അടിയിലത്തെ പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഈ പാത്രം ഇപ്പോൾ ഒട്ടും വെള്ളത്തിൽ ടച്ച് ചെയ്യുന്നില്ല. എന്നിട്ട് ആദ്യം വെള്ളം തിളക്കുന്നവരെ ഹൈ ഫ്ലെയിമിലിടുക. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് അതിലേക്ക് 5 ടേബിൾ സ്പൂൺ 4 to 5 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ബട്ടറല്ല യൂസ് ചെയ്യുന്നത്, നമ്മുടെ വനസ്പതിയില്ലേ, ഡാൽഡ എന്ന് പറയും, അതാണ് യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ എല്ലാവർക്കും ചെറിയ പൈസക്ക് നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഡാൽഡയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഡാൽഡ നന്നായിട്ടൊന്ന് മെൽറ്റായി വരട്ടെ. അപ്പോൾ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ ഡാൽഡയിലെ ഒട്ടും തന്നെ ശരീരത്തിന് മോശമൊന്നുമല്ല കേട്ടോ. നമ്മുടെ സാധാരണ ഓയിലൊക്കെ പോലെ തന്നെയാണ്. ഞാൻ അധികം യൂസ് ചെയ്യുന്ന സംഭവം തന്നെയാണ് ഡാൽഡ. അപ്പോൾ വനസ്പതി എന്നും പറയും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ആദ്യം ഇത് നന്നായിട്ട് കട്ടൊക്കെ തന്നെ ഇരിക്കുക, പെട്ടെന്നൊന്നും ഇളകി കിട്ടില്ല. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് നന്നായിട്ട് ഇളക്കിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടും. കാരണം നമ്മൾ പിന്നെയും ഓയിലോ നെയ്യൊന്നും ഒഴിക്കാൻ പാടില്ല. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് നെയ്യ് ഉപയോഗിക്കാം, അതുപോലെ തന്നെ ബട്ടർ ഉപയോഗിക്കാം. പക്ഷേ ഒരിക്കലും വെളിച്ചെണ്ണ ഉപയോഗിക്കാം കേട്ടോ. പക്ഷെ ഒരിക്കലും നമ്മുടെ ഓയിലുകൾ ഉപയോഗിച്ചാൽ കിട്ടില്ല. ഞാനൊരു പ്രാവശ്യം ഓയിൽ ഉപയോഗിച്ചിട്ട്, അപ്പോൾ അത് മോളാണേ, അപ്പോൾ എനിക്ക് ഓയിൽ ഉപയോഗിച്ചിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ടൊന്നും വെക്കണ്ട. അതിന് മുന്നേ ഒരു പരിപാടിയുണ്ട്. നമ്മുടെ ഇത് മൗൾഡിലാണ് ഞാനിപ്പോൾ എടുക്കുന്നത്, നമ്മുടെ സാധാരണ നമ്മുടെ ചോറ്റുപാത്രമില്ല, ടിഫിൻ ബോക്സ്, അതാണ്. അതിലേക്ക് കുറച്ച് എണ്ണയോ ബട്ടറോ എന്താണെന്ന് വെച്ചാൽ തടവി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഈ കൂട്ട്, നമ്മുടെ ചോക്ലേറ്റിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ തണുക്കാൻ വേണ്ടിയിട്ടൊന്നും വെക്കണ്ട, കാരണം നമ്മൾ പ്ലാസ്റ്റിക്കിലല്ലല്ലോ ഉണ്ടാക്കുന്നത്. ഇനി ഐസ് ട്രേയിൽ ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ അതിലേക്കാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് തണുക്കാൻ വേണ്ടി വെക്കണം കേട്ടോ. എന്നിട്ട് ഇതിപ്പോൾ ഒരുപാട് കട്ടിക്കൊന്നും ഉണ്ടാവില്ല, കാരണം ഒരു അടി പറ്റിയ രീതിയിലാണ് ഉണ്ടാവുക. അത്രയല്ല നമ്മൾ ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുള്ളൂ. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവ് ഇരട്ടിച്ചാൽ മതി. അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് എല്ലായിടത്തും നന്നായിട്ട് സ്പ്രെഡാക്കി കൊടുക്കുക. അപ്പോൾ ഇനി ഇതൊരു 1.5 മണിക്കൂർ പുറത്ത് വെക്കുക, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഫ്രിഡ്ജിൽ വെച്ചാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ എന്നാൽ നമുക്ക് പെട്ടെന്ന് സെറ്റായി കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ അരമണിക്കൂറിന് ശേഷം നമ്മുടെ ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ ഇതുപോലെ മൂർച്ചയുള്ള എന്തെങ്കിലും ഒരു സംഭവം വെച്ച്, അതായത് നമ്മൾ ഇതുപോലത്തെ കത്തിയോ എന്താ വെച്ച് സൈഡൊന്ന് ജസ്റ്റ് ഒന്ന് അതിൽ നിന്ന് വിടിപ്പിച്ച് കൊടുക്കുക. ഞാനൊന്ന് ആദ്യമേ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ അകത്തുനിന്ന് സൈഡാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മുട്ടിക്കൊടുത്ത് പെട്ടെന്ന് തന്നെ, കാരണം നമ്മൾ അടിയിൽ ബട്ടർ പരട്ടിട്ടുണ്ടല്ലോ. അപ്പം ശരിക്കും കാണുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ കൊതിയാവുന്നുണ്ട്. കാരണം നല്ല സ്മൂത്തായിട്ട്, അതിൻ്റെ അടിഭാഗം നല്ല സ്മൂത്തായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് ആ തണുപ്പിൽ ഞാൻ കൈകൊണ്ട് തൊടുന്നതുകൊണ്ടുള്ള വെള്ളത്തിൻ്റെ ഇതാണ് കേട്ടോ. അല്ലാതെ നല്ല ഹാർഡായിട്ട് തന്നെ ഇരിക്കുന്നത് നമ്മൾ കറക്റ്റ് കോമ്പൗണ്ട് ചോക്ലേറ്റിൻ്റെ ഭാഗത്തിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒരു കേക്കിനൊക്കെ ഉണ്ടാക്കാൻ വേണമെങ്കിൽ ഇനി ഇത് പെട്ടെന്ന് കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്കിതിൻ്റെ ടെക്സ്ചർ മനസ്സിലാക്കാൻ ഒന്ന് പെട്ടെന്ന് തന്നെ പൊട്ടിച്ച് നോക്കാം. അപ്പോൾ ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യണം കേട്ടോ.
അത് നല്ല സൂപ്പറായിട്ട് പൊട്ടിയിട്ടുണ്ട്. നല്ല കറക്റ്റ് ടെക്സ്ചറിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടെ ബെല്ലൈക്കൺ കൂടെ ഇനാബിൾ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ മറ്റൊരു തകർപ്പൻ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.